എന്താണ് അവസ്ഥ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. പാലക്കാട് ആലത്തൂരിൽ 35-കാരി 14-കാരനുമായി നാടുവിട്ടതും അവരെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തിയതും ഇന്നലെയായിരുന്നു. 35-കാരിക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. യുവതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇന്നലെ സ്കൂളിൽ പോയ കുട്ടി സമയമായിട്ടും തിരികെ എത്തിയില്ല. ഇതോടുകൂടിയാണ് വീട്ടുകാരൊക്കെ പരിഭ്രാന്തരായത്. ചെറിയ തരത്തിലുള്ള അന്വേഷണം നടത്തി, പക്ഷേ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. പിന്നീടാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി മറ്റൊരാൾക്കൊപ്പം എറണാകുളത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളത്ത് ഈ യുവതിക്കൊപ്പം കുട്ടി വണ്ടി ഇറങ്ങിയതും പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവരെ ആലത്തൂരിലേക്ക് എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്തപ്പോൾ യുവതി മൊഴിയായി നൽകിയത് കുട്ടിയെ താൻ നിർബന്ധിച്ചോ പേടിപ്പിച്ചോ കൊണ്ടുപോയതല്ല, കുട്ടി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം വന്നത്. തന്റെ മകന്റെ സുഹൃത്താണ്. ആ നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു. ഇതിന്റെ കൂടി ഒരു അടുപ്പം തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോയതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കാരണം രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ, അറിവില്ലാതെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നതിന്റെ പേരിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ആലത്തൂർ പോലീസ് ഈ സംഭവം പരിസരത്ത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. കാരണം 14-കാരൻ 35-കാരിക്കൊപ്പം നാട് വിട്ടു പോയതാണ് പ്രധാന പ്രശ്നം. കാരണം കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഈ കുട്ടിയുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയില്ല. എന്തായാലും കുട്ടിയെ തിരിച്ചു കിട്ടി എന്ന അവസ്ഥ ആണല്ലോ ഓരോരുത്തരുണ്ടല്ലേ. മാനസികാവസ്ഥ എന്തെങ്കിലും ഇനിയിപ്പോൾ ആ ചെക്കനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയതാണ്. ചേച്ചിമാരങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും എല്ലോ. ഇന്നലെ മോൻ്റെ കമ്പനിക്കാരുടെ കൂടെ 14 വയസ്സായിട്ടുള്ളൂ. അത് വേറെ ആയിക്കോട്ടെ. അടുത്തത് ഫോണൊക്കെ പറ്റാത്ത അവസ്ഥ ആണല്ലോ. എനിക്കറിയില്ല ഈ പൂക്ക് എങ്ങോട്ടാ പോണെന്നുള്ളത്. നിങ്ങൾ തന്നെ പറ. ഒരു ബോർഡ് ഞാൻ കണ്ടേ. ഞാൻ ഇപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ബോർഡ് കണ്ടു. വടകര ഇവിടെ വെച്ചതാണ്. ഈ സാധനം എല്ലാ സ്ഥലത്തും വേണം. നമ്മളിവിടെ നിന്ന് വെച്ചിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും നാട്ടുകാരെ കയ്യിൽ നിന്ന് വേദന കിട്ടുമ്പോൾ ഇവരിത് പഠിച്ചോളും. ഓക്കെ, അപ്പം അത്രേ പറയാനുള്ളൂ. മക്കൾ നോക്കിയും കണ്ടൊക്കെ കളിച്ചോളി. കാരണം നിങ്ങളെക്കാട്ടി ഓണം ഉണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൈമ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം കുത്തു കിട്ടും. അത്ര പറയാനുള്ളൂ. ഞങ്ങളതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ സാധനം പബ്ലിക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലോണം ഇതിപ്പോൾ എല്ലാ സ്ഥലത്തുണ്ട്. എല്ലാ സീറ്റിലും, കേരളത്തിലെ എല്ലാ സീറ്റിലും സംഭവം നടക്കുന്നുണ്ട്. രാത്രിയിലുള്ള കച്ചവടങ്ങളോ നിങ്ങളെങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്കറിയാം. എന്തായാലും 30 ദിവസം പണിക്ക് വേണ്ടി എന്തായാലും പൈസ ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, നല്ലവരും ഉണ്ട്, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, എല്ലാത്തവരും ഉണ്ട്. നോക്കി കണ്ടൊക്കെ മക്കൾ സാധനങ്ങൾ വിറ്റോളിട്ടോ.